വാർത്തകൾ തുടരുന്നു. ഇടുക്കി ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാതെ പ്രവർത്തിക്കുന്നത് 4 സബ് RTO ഓഫീസുകൾ. ഇടുക്കി ദേവികുളം സബ് RTO വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചു. 15 വർഷം പഴക്കമുള്ളതിനാലാണ് ഇന്നലെ മുതൽ അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത്. വാഹനമില്ലാതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലായി. ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ് RTO ഓഫീസുകളുടെ എണ്ണം 4ആയി. തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലെ വാഹനങ്ങൾ കാലാവധി അവസാനിച്ചതോടെ കട്ടപ്പുറത്തായിരുന്നു. ഇതിന് പുറമെയാണ് ദേവികുളം സബ് RTO ഓഫീസിലെ വാഹനത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചത്. 15 വർഷം പഴക്കമുള്ളതിനാലാണ് ഇന്നലെ മുതൽ അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത്. ഇതോടെ ഫീൽഡിൽ പോയുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റും. അടിമാലി അല്ലെങ്കിൽ ദേവികുളം ഭാഗത്തേക്ക് ധാരാളം വാഹന അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വാഹന വകുപ്പിന് ഇത് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുന്ന ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തില്ല. യഥാവിധത്തിൽ റോഡ് ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നും നടത്താത്ത കാലം ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ വാഹനം എത്തിച്ചേരണമെന്ന് വളരെ വിനയപൂർവ്വം ഒരു നാട്ടുകാരൻ നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ എത്താനും അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് എത്താനും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. ജില്ലാ RTO ഓഫീസിന് കീഴിൽ തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല, അടിമാലി എന്നിവിടങ്ങളിലായി 4 സബ് RTO ഓഫീസുകളാണുള്ളത്. ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു. ഉടുമ്പൻചോല, പീരുമേട് ഓഫീസുകളിലെ വാഹനം 2 ആഴ്ച മുൻപ് സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു. പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ്. ഇതിനു പിന്നാലെയാണ് ഹൈറേഞ്ചിലെ ദേവികുളം സബ് RTO ഓഫീസിലെ വാഹനത്തിന്റെയും രജിസ്ട്രേഷൻ കാലാവധി ഇന്നലെ അവസാനിച്ചത്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും നടപടിയുണ്ടാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത്. ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.